ആദ്യം മറ്റ് ചോയ്സ് ഒന്നും ഇല്ലാതെ തന്നെ ഫിക്സ് ചെയ്തൊരു പ്രധാന ക്യാരക്ടർ ഒന്ന് ഗ്രേസിൻ്റെ ആയിരുന്നു. അതുകൊണ്ട് വെച്ചാൽ എനിക്ക് ഗ്രേസിന് മുമ്പ് ഞാൻ അസിസ്റ്റ് ചെയ്ത സിനിമകളിൽ ഹലാൽ ലവ് സ്റ്റോറിലൊക്കെ അഭിനയിച്ച് നേരിട്ട് കണ്ടുള്ള പരിചയവും കണ്ടു. പിന്നെ ഈ ക്യാരക്ടറിന് ഈ പറഞ്ഞ പോലെ കുടുംബ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമ ആയതുകൊണ്ട് ഇപ്പം ഇന്ന് നിലവിലുള്ള നടിമാരിൽ ഏറ്റവും കൂടുതൽ ടൈമിങ്ങും അതുപോലെ തന്നെ കോമഡി പരിപാടികൾ കൗണ്ടർ ആണെങ്കിലും എല്ലാത്തരം ഇമോഷൻസും അത്രയും ഈസിലി ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഗ്രേസ് ഈസി ചോയ്സ് ആയിരുന്നു. കഥ പറയുമ്പോൾ അവർക്ക് അത് അത്രത്തോളം ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സിനിമയിലേക്ക് വരുന്നത്. ശ്യാമിൻ്റെ നേരത്തെ കഥ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ വിനയപ്രസാദ് മാമിൻ്റെ ആണെങ്കിലും നമുക്കങ്ങനെ അത് പറയുന്നതിൽ പരിമിതികളുണ്ട്. അമ്മയുടെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അച്ഛൻ്റെ ക്യാരക്ടേഴ്സൊക്കെ ആണെങ്കിലും പക്ഷെ അവർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് തന്നെയാണ് എല്ലാവരുടെയും അവരവരുടെ ബെസ്റ്റ് പരിപാടികളാണ് ചെയ്തിട്ടുള്ളത്. ഗ്രേസ് ആയിട്ട് ചേട്ടന് നാഗേന്ദ്രൻ ഹണിമൂണിൽ അതിൽ കോമ്പിനേഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത് ഇവരുടെ ഒരു കോംബോ നല്ല രസമായിട്ട് തന്നെ അതിൽ വർക്ക് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് നമ്മൾ കഥ പറയുന്നതിന് മുമ്പൊക്കെ ഷൂട്ട് കഴിഞ്ഞ് സെറ്റായ സീരീസ് ആണ്. അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞായിരുന്നു. പക്ഷെ ഈ കഥ കേട്ടിട്ട് ഇതിലൂടെ ചെയ്തിട്ട് ആ തീരുമാനം എടുക്കാന്നാണ് ഈ കഥയുടെ കേട്ടിട്ട്